ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇന്ന് നല്ലൊരു മഴ ദിവസമാണ്. നല്ല കാറ്റും മഴയൊക്കെയാണ് പുറത്ത്. അപ്പോൾ എണീക്കാനൊക്കെ വൈകി. അപ്പോൾ ഏതായാലും ലേറ്റായപ്പോൾ ഞാൻ അമ്മയ്ക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പോഹ മഹാരാഷ്ട്രീയൻസിൻ്റെ ഒരു റെസിപ്പിയാണ്. അവർ കൂടുതലും മഹാരാഷ്ട്രീയൻസൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഡിഷാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്സായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം അവിൽ, വൈറ്റ് അവിലാണ്, വെള്ള അവിലാണ് യൂസ് ചെയ്യണത്. അത് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വെള്ള അവിൽ എടുക്കുക, അതൊന്ന് 2 പ്രാവശ്യം കഴുകിയിട്ട് വെക്കുക. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് നല്ലൊന്ന് 2-3 പ്രാവശ്യം കഴുകി വെള്ളമൊക്കെ ഊറ്റി വയ്ക്കുക. പിന്നെ ജീരകവും കടുകും വേണം. പിന്നെ ഉള്ളിയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും അരിഞ്ഞത്. തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് ഇടണമെന്നില്ല. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമായാലും മതി. ഇനി നമുക്കൊരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അതിൽ എണ്ണ ചൂടാക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ജീരകം ഇടുക. ആദ്യം ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതിടുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക, വഴറ്റുക. അതൊന്ന് എണ്ണയിൽ കടന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടണം. ഒന്ന് വഴറ്റി കഴിഞ്ഞു, ഒന്ന് വാടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അവിലിനുള്ള പാകത്തിനനുസരിച്ച് ഇടണം. അവിലിൻ്റെയും കൂടിയും ക്വാണ്ടിറ്റി കണക്കാക്കിയിട്ട് ഇടണം ഉപ്പും മഞ്ഞൾപ്പൊടിയും. എന്നിട്ട് നമുക്ക് അവിൽ ഉണ്ട്, ആ അവിൽ ചേർക്കുക. അതിലേക്ക് കഴുകി വെച്ച അവിൽ. എന്നിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഈ ഒരു പരുവാവും, ഈ ഒരു രൂപത്തിലെത്തും. അങ്ങനെ നല്ല ടേസ്റ്റി പോഹ റെഡിയായി. ഈസിയാണ്, അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടമായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്.